ഇവ നാളെ ഇവ ഒരു സെലിബ്രിറ്റി ഒക്കെ വെച്ചാല് ഇവന്റെ പിന്നെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചു വരും. ആഷിക പറഞ്ഞു ഇപ്രാവശ്യം കോളായി. വലിയ രസം തരാം. ഫ്ലാഷ് അടുപ്പിച്ച് എന്നെ കൊണ്ട് പൈസ ഇല്ല. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ ന്യൂ വ്ളോഗ്. അപ്പൊ ഞാന് ഹിബന്റെ വീട്ടിൽ നിക്കാൻ വന്നട്ടോ. ഞാനിവിടെ അൽഹംദുലില്ലാ. അപ്പൊ ഞാൻ ഇവിടുന്ന് എന്താ പറയാ പോവാൻ നിക്കായിരുന്നു. ഞാൻ എന്റെ വീട്ടിൽ പോകാൻ വേണ്ടി ഞാൻ നിക്കാം. പക്ഷെ ആള് വിടൂല. ആളെന്തെങ്കിലും റീസൺ പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഇവിടെ നിർത്തല്ലോ. ഇന്നിപ്പോ എന്തോ ഞാൻ പറഞ്ഞില്ലേ ഒരു വീഡിയോയില് നമ്മളെ എന്താ പറയാ Q&A കണ്ടോ, Q&A പറഞ്ഞില്ലേ അത് നെഗാഡ്സിനെ പറ്റിട്ട്. അച്ഛടാ പറഞ്ഞോ. എന്നാ Q&A പറഞ്ഞില്ല നമ്മള് നെഗാഡ്സിനെ പറ്റിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ ആള് ആഷിക്ക് അവിടെ നിന്നിട്ട് വൈകുന്നേരം പോവാണെങ്കിൽ ഞാൻ ആ നെഗാഡ്സ് ഉണ്ടാക്കി തരാം. നെഗാഡ്സ്. അപ്പോൾ നിങ്ങളൊരു കാര്യം അറിയണോ, ഇപ്പൊ 4 മണിയായി. ഞാൻ ചോദിച്ചു ആയോ? അത് അങ്ങനെ ഒന്നല്ല, അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. അല്ലല്ല, എന്നോട് 4 മണിക്കെന്ന് പറഞ്ഞു. ഇപ്പൊ സമയത്തായി. എന്റെ അടുത്ത് തെളിവുണ്ട്, പ്രൂഫ് ഉണ്ട്. 4:89. എന്നിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തൊക്കെ ഇല്ല. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ ആ നെഗേറ്റ്സിന്റെ ഫാൻ ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ രാത്രി വരെ ഇരിക്കും അത് കഴിച്ച് പോകാൻ വേണ്ടിട്ട്. കാരണം ഇന്ന് എന്നെ പറഞ്ഞ നാളെ ഇനിയിപ്പൊ എന്താ പറയാ, നാളെ ഇപ്പൊ ഉണ്ടാവില്ല. നാളെ ഒറ്റക്കാണ്. ഇവൻ നാളെ അവളെ വല്യപ്പന്റെ അടുത്ത് പോവാ. ഇനി ഫുൾ ഒരു ദിവസം വല്യപ്പന്റെ വല്യമ്മന്റെ കൂടെ. എന്നിട്ട് എപ്പോഴും വരും നാളെ എങ്ങനെ വരും? അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥ ഇവ. അപ്പൊ നമ്മള് എന്താ പറയാ ഷൂട്ട് ചെയ്തോണ്ടൊക്കെ കണ്ടന്റ്. ഇവിടെ ഞാനും ഇബയും മാത്രമേ വരുള്ളൂ. ഈ വീട്ടിൽ വേറെ ആരും കൊണ്ട് വരില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പൊ എന്താ പറയാ, ഇവിടെ നെഗേറ്റ്സ് ഉണ്ടാക്കിട്ട് കാണിച്ചു തരാം അല്ലേ ഇവ? നീ എക്സൈറ്റ്മെന്റിലാണ് ആൾക്കാരെ കാണിക്കാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല ഗൈസ്. പ്രിപ്പറേഷനിൽ എവിടെ ഒരാള് നെഗേറ്റ്സിന്റെ എന്തായി കഴിയാനായോ? ആഷിക പറഞ്ഞു ഇപ്രാവശ്യം കോളായി. അതെറ്റി എന്തൊക്കെ ഒരു മിസ്റ്റേക്കുമായി ഉണ്ട്. കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ല പറയാൻ പറ്റുള്ളൂ. എന്തൊക്കെ മറന്നു. ഞാൻ എന്തൊക്കെ ഇടയിൽ ഒന്നും ഓർമ്മയില്ല. കണ്ണാട്ടിണ്ടോ നമുക്ക്? നിങ്ങൾ തന്നെ അപ്പൊ നിങ്ങൾ കണ്ണിട്ടില്ലേ ആഷിക? അല്ല നമ്മള് വീഡിയോ പറഞ്ഞില്ല. അപ്പൊ വീട്ടിൽ ആരെങ്കിലും കണ്ണു അത് കഴിച്ചൊക്കെയല്ലേ ഇപ്പൊ നമുക്ക് മനസ്സിലാവുള്ളൂ വെടുക്കായിക്കുണ്ടോ അല്ലെങ്കിൽ നന്നായിക്കുണ്ടോ എന്നൊക്കെ. അറിയാം. ഈ നഗേറ്റ്സിന് ഒരു കഥ ഉണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നല്ല, ഇവള് എന്താ പറയാ ഈ സാധനം ലൈഫിൽ ആദ്യമായിട്ട് കഴിക്കുന്ന തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടാ. അല്ല പുറത്തുനിന്ന്, പിന്നെ പുറത്തുനിന്നൊക്കെ നമുക്ക് കുറെ വാങ്ങിക്കാൻ കിട്ടില്ല പാക്കറ്റിൽ. അങ്ങനത്തെ ഒന്നും വാങ്ങിച്ചില്ല. പുറത്ത് പോയിട്ട് ഹോട്ടലൊന്നും കഴിച്ചിട്ടില്ല. എന്താ അറിയോ, ആദ്യം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചേ. അപ്പൊ ഞാൻ കഴിച്ചപ്പോ ഞാൻ വിചാരിച്ചു വാ സൂപ്പർ എന്നൊക്കെ. നോക്കുമ്പോ പിന്നെ ഇക്കാക്ക് അത് വാങ്ങിച്ചോണ്ടി തന്നു. അത് പൊരിച്ച സമയത്താണ് അതിന്റെ ടേസ്റ്റ് മനസ്സിലായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഉണ്ടാക്കിയൊന്നുമല്ല. അങ്ങനെ ഞാൻ എനിക്ക് ഉണ്ടായിരുന്ന സാധനം ഏകദേശം സെയിം തന്നെയാണ്. അതല്ല, പിന്നെ ഞാൻ അതിനേശം ആ ടേസ്റ്റ് പിടിച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഒരു പ്രാവശ്യം ടേസ്റ്റ് കിട്ടിയാൽ മതില്ലേ? അപ്പൊ എന്താക്കി ആ ടേസ്റ്റ് വെച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞോ? ഇതിന്റെ പ്രൊസീജിയർ കഴിഞ്ഞോ? ഇനിയിപ്പോ ബ്രെഡിൽ കോട്ട് ചെയ്ത് പൊരിച്ചാ മതി. ആണോ? അതിനുള്ളിൽ കൂടി ചീസ് വെക്കണം. ഇത് കഴിച്ചിട്ട് വേണമെങ്കിൽ വീട്ടിൽ പോയി. നിങ്ങൾ പൊയ്ക്കോ. പൊയ്ക്കോ. ഇത് കഴിച്ചിട്ട് വേണോ വീട്ടിൽ പോയി? എന്തിനാ? നിങ്ങൾ പൊയ്ക്കോ. കഴിക്കാൻ പറ്റും. ഞാൻ കഴിച്ചോളാം. ഇത്ര ഇങ്ങോട്ട് കഴിക്കോ? സാറില്ല, ഞാനും ഹെൽപ്പ് ചെയ്യാം. ഹെൽപ്പ് ചെയ്യാം. പിണങ്ങി കഴിച്ച് പിണങ്ങി. ഇതെന്താ അതിന്റെ എളുക്ക ഒരു സാധനമൊക്കെ ചിക്കൻ്റെ ഇതാ? അതാ വൈറ്റ് സാധനം. ഇല്ല, നമുക്ക് ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ഇതിനുള്ള ചീസ് പില്ലേങ്ങി ഒരു ചീസിന്റെ പീസ് എടുത്ത് അങ്ങ് വെക്കാ ചെയ്യാ. റെസിപ്പി ചോദിക്കുന്നവർക്ക് എന്താ ഞങ്ങൾക്ക് പറയാനുള്ളത്? അതൊന്നും പറഞ്ഞു കൊടുക്കൂല, സീക്രട്ട് ആട്ടോ. അതന്നെ നമ്മളെ റെസിപ്പി ഒന്നും കുഴപ്പമില്ല. ഒരു കാട്ടിക്കൂട്ടലാണല്ലോ. അത് അടുത്ത പ്രാവശ്യം വൃത്തി ഉണ്ടാക്കുമ്പോ നല്ല റെസിപ്പി ഉണ്ടായി തരും അല്ലേ? റെസിപ്പി പറഞ്ഞിട്ടുണ്ടായി തരല്ലേ? ഉണ്ടായി കൊടുക്കൂലേ അങ്ങനെ? സക്സസ് ആയോ? കഴിച്ചു നോക്കിട്ട് പറയും. കഴിച്ചോട്ടെ. ഇന്നെ കഴിക്കോ?
ഓ ഞങ്ങൾക്ക് എന്ത് നിരാശ അടിപൊളിയാണല്ലോ. എന്തൊക്കെ ഒരു മിസ്റ്റേക്ക് ഉള്ള മാതിരി ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല, അടിപൊളിയായി ഒന്നത്തെ മാതിരി തന്നെ സെറ്റ്. നിരാശ എനിക്ക് എന്തോ ഒരു സെറ്റ് ആവാൻ എന്താ പറയാ, ഒരു എക്സ്പെക്ടേഷൻ തരില്ലല്ലോ. നമ്മള് മാര കാണാറുണ്ടാക്കുമ്പോ നമുക്കത് കിട്ടിയില്ലെങ്കിൽ ഒരു ഇത് വരില്ലേ, അതിന് വേണ്ടിട്ട് ആദ്യം പറയും രസം ഇല്ല കേട്ടോ, വലിയ രസം ഒന്നും വരാം. അത് ഞാൻ പറഞ്ഞത് അതാണ് സംഭവം. സംഭവം അതൊന്നല്ല. ഞാനേ സാധാരണ ചിക്കൻ ഇതെന്താ അങ്ങനെ സോസ്, സാധാരണ ചിക്കനിന്റെ കൂടെ തന്നെ ബ്രെഡ് ഇട്ട് അടിക്കലേനും. ഇന്ന് ഞാന് ചിക്കൻ വേറെ ബ്രെഡ് വേറെ അടിച്ചു വെക്കുമ്പോ ബ്രെഡ് ഒന്നായിട്ട് കൊഴഞ്ഞു പോയി. രസമാണല്ലേ, ഒരു ഭക്ഷണമില്ലല്ലോ, തള്ളാണോ. അപ്പൊ നമ്മളിതാ ബട്ടറോഡ് ബീച്ചില് നമ്മള് കൊറേ ആയില്ലേ ആഷിക്ക, ബീച്ചിലൊക്കെ വന്ന് ഇരുന്നിട്ട് നമ്മള് കൊറേ ആയി. അപ്പൊ നമ്മളെന്താക്കി ഇപ്പൊ ആഷിക്കാക്ക് ഇങ്ങനെ കേട്ടോ കാണാണ്ട് കാണും നമ്മളെ ഇരുട്ടത്ത്. പിന്നെ നമ്മളിവിടെ ബീച്ചിൽ വന്നിരിക്കാന്ന് പറഞ്ഞില്ലേ, ബീച്ചിൽ ഇപ്പൊ വന്നിരിക്കുന്നതിന് കാര്യമുണ്ട്. ഒരു കാര്യം നോക്കിയിട്ട് ഇപ്പൊ ഇവിടെ എത്തിയ എന്താ ഞാൻ കാണിച്ചു കേട്ടോ. എനിക്ക് നിങ്ങളെ കണ്ടോ അവിടെ പണിയെടുക്കുന്നുണ്ടല്ലേ. അതിലൊന്ന് ഇപ്പളെ ഇപ്പൊ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ടോപ്പിലുള്ള വാങ്ങിക്കല നമുക്ക്. ഇതൊക്കെ നല്ല ബീച്ചും നല്ല വ്യൂ, ഏറ്റവും ടോപ്പിലുള്ള വാങ്ങിച്ചാലോ. ആ ഏറ്റവും ടോപ്പിലുള്ള വ്യൂ എന്ന് പറയുന്നത് മാരക വ്യൂ ആയിരിക്കൂലേ. ഞാനതാ രസമുണ്ട് അവിടെ, ശരിക്കും നല്ല രസമുണ്ടാവും. ഇതിപ്പോ സെക്ഷനായിട്ട് 3 നമുക്ക് കുഞ്ഞില് വാങ്ങിക്കണോ അതോ ഏറ്റവും ടോപ്പിൽ വാങ്ങിക്കണോ, അത് ഇങ്ങനെ തീരുമാനിക്കാൻ. എന്താണ് ആഗ്രഹത്തിനൊന്നും ഒരു കുറവുമില്ല. ഇൻഷാ അല്ലാഹ് നമ്മളൊരു ഫ്ലാറ്റ് വാങ്ങാനുള്ള പ്ലാനിങ്ങിലാ. നമുക്ക് അവിടെ ഗാലക്സി ആക്കാം അപ്പുറത്തുള്ള. ഇവന്റെ അക്കൗണ്ടിൽ നല്ല പൈസ ഉണ്ട്, നമ്മള് വിചാരിച്ചാല് സ്പോട്ടിൽ വാങ്ങിക്കാം. പിന്നെ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചോ. വേറെ ഒന്നുമില്ല, ഫ്ലാറ്റ് വാങ്ങിച്ചു വാങ്ങി. നമ്മളെ കാര്യത്തിലേക്ക് അടിക്കും. ഇതൊക്കെ എന്താ ശിക്ക, ഇത് നമ്മള് വാങ്ങിക്കൂല എന്നുള്ളത് നിങ്ങൾക്ക് ഇതെന്താ അതിന്റെ കൊതാണോ അപ്പൊ നമ്മള് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിപ്പോ കൊറേ കാലായി ബീച്ചിൽ വന്നിട്ട്. ബീച്ചല്ല ഇത്, കോഴിക്കോട് ബീച്ചല്ല, ബട്ടറോഡ് ബീച്ച്. ബട്ടറോഡ്, അതെ ബട്ടറോഡ്. അതെ കോഴിക്കോട് നല്ല റഷ്, ഇവിടെ നല്ലൊരു എന്താ പറയാ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ അല്ലേ. ഞാൻ പറഞ്ഞില്ല അതൊന്നല്ല, അവൾക്ക് ഇത് ഡെയിലി എന്താക്കണം അറിയാം, ഇതിലെങ്ങനെ നടക്കണം. ഡെയിലി ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പൊ എത്രയോ കാലത്തിന് ശേഷം കൂടി വരുന്നേ. അതല്ല ഡെയിലി ഫ്ലാറ്റ് കാണാൻ വെറുതെ പറഞ്ഞാട്ടോ, നമ്മള് വെറുതെ ഇങ്ങനെ പറയാം. ഫ്ലാറ്റ് ഒന്നും വാങ്ങാൻ അന്ന് നമ്മളെ പ്ലാനിങ് ഒന്നും ഇല്ല. പ്ലാനിങ് ചിലപ്പോ ഉണ്ടായേക്കാം അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥ. എന്നിട്ട് വേറെ എന്തൊക്കെ പറയാനുള്ളത്? വേറെന്ത് പറയാം, നമ്മൾ വ്ലോഗ് എടുക്കുന്നില്ല എന്ന് എല്ലാവർക്കും പരാതിയാണ്. ലോങ് വീഡിയോ കാണാറില്ല എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 2 മാസത്തിനിടയ്ക്ക് ഇപ്പോൾ ഈ അടുത്താണല്ലേ നമുക്ക് പ്ലേ ബട്ടൺ കിട്ടിയ സമയത്ത് ഒരു വീഡിയോ ആർക്കറിയാം. ഇത് മാരക സെറ്റിങ്സ് ഞങ്ങൾ കാണിച്ചെടുക്കാം ശിക്ക. അല്ലാതെ നമ്മൾ കാണുമോ ഇത്തത്ത്. അപ്പൊ ശരിക്കും എന്റെ കാലിന്റെ മുകളിൽ എന്തോ കേറുണ്ട് കേട്ടോ. എന്തോ ഉറുമ്പാണ് ഗൈസ്, ഓടി നടക്കുന്ന ഉറുമ്പാ. അപ്പൊ എന്താ നമുക്ക് പോയിട്ട് കുറെ പണിയുണ്ട്, പോയിട്ട് പാക്ക് ചെയ്യാണ്ട് എന്റെ കുറച്ച് വിശ്വസിക്കാൻ കാണിച്ചു തരുന്നുണ്ട്. നമ്മളിപ്പോ എന്താ ചെയ്തെന്ന് വെച്ചാല് കൊറേ ആയല്ലോ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് പറഞ്ഞിട്ട്, അപ്പൊ ഒരു റിലീഫിന് വേണ്ടി ഇറങ്ങിയതല്ലേ. നമുക്ക് വേറെ ആവശ്യത്തിന് പോവാണ്ടേ, അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് ഒരു കുറച്ചു നേരം ഇവിടെ ഇരിക്കാച്ചു തന്നു. നല്ലൊരു രസാണ് ഈ തിരയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കും. അശികാക്ക് ഇഷ്ടമല്ല കേട്ടോ, അശിക ഈ വക കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല. പിടിച്ച് ഞാൻ ഇങ്ങനെ പറയാ ഇതിലൊക്കെ പോകുമ്പോ ഞാൻ പറയാം അശിക ഒന്ന് നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് പോവാനല്ലോ. പിന്നെ ഞാൻ എത്ര പ്രാവശ്യം ഇറങ്ങൂല. ഞാൻ അതിൽ പോകുമ്പോ ഒക്കെ പറയണ്ട നമുക്ക് ഇവിടെ ഇരിക്കാം, പറയാ ഇവിടെ ഇരിക്കണ്ട
ഇവിടെ അങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണ് ക്യാമറ പറഞ്ഞ കൂടി അമ്മണ്ടാത്തത് തള്ളി മറിക്കുകയാണ്. തള്ളി മറിക്കുന്നത് കാര്യം അറിയാൻ തള്ളുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ എന്നെ പറഞ്ഞ മടിച്ചില്ലേ ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ മടിച്ചിരിക്കുക. എല്ലാവർക്കും റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യം, മെസ്സേജ് വരുന്നുണ്ട്, എല്ലാം വേണ്ടേ. ഏതാണ് ഞാൻ മറ്റേ ഓൺലൈൻ മീഡിയത്തെ ആൾക്കാർ ചെയ്യില്ലേ അതേമാതിരി ചെയ്യാൻ പോവാ. താത്ത താത്തൊരു സെലിബ്രേറ്റ് അല്ലേ താത്ത? താത്തൊക്കെ എന്താ പറയാനുള്ളത്? കോഴിക്കോടിനെ പറ്റി താത്തൊക്കെ പറയാനുള്ളത്? ഇവ നാളെ ഇവ ഒരു സെലിബ്രേറ്റ് ആയി കഴിഞ്ഞാല് ഇവന്റെ പിന്നെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചു വരാത്ത വരും. അപ്പൊ ഇനി എന്ത് പറയും? പിന്നെ ഗൈസ് നമ്മൾ ബാക്ക് ക്യാമറ പിടിക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് ക്യാമറയിലാകുമ്പോൾ ഇതിന്റെ ഫ്ലാഷ് ഉണ്ടായതുകൊണ്ട് പ്രശ്നമില്ല. മറ്റേത് എക്സ്ട്രാ ഫ്ലാഷിനെ പിടിച്ച് നടക്കണം. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മളിങ്ങനെ വെറുതെ രാത്രി കുറച്ച് ബീച്ചിലൊക്കെ അങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കാം. വെള്ളം എവിടാണ് നമ്മൾ നടക്കുന്ന എവിടാന്നറിയോ? ഞാൻ കുറെ നേരമായി പറയും നമുക്ക് അവിടേക്ക് പോവാന്ന്, അവിടേക്കൊന്നും വരുന്നില്ല. നമ്മൾ നടന്ന് അങ്ങോട്ട് പോവാ.